കേരള റീഡർ ഇംഗ്ലീഷ് ക്ലാസ് 5 യൂണിറ്റ് 5 റൂറൽ വൈബ്സിലെ സീഡ് ആൻഡ് സോയിലിൻ്റെ മലയാളം എക്സ്പ്ലനേഷൻ വീഡിയോയിലേക്കാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. സോ വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ ചാനലിൻ്റെ പേര് യോ ക്ലാസ് റൂം അറ്റ് 2310 റൂറൽ വൈബ്സ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു കൃഷിയിടം കാണാം. അവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളാണ്. ഇവിടെ കറ്റ മെതിച്ച് നെല്ലാക്കുന്നുണ്ട്, ഇവിടെ കാളകളെ പൂട്ടി ഒഴുകുന്നുണ്ട്. ഓക്കെ, ഇവിടെ എന്താ എഴുതിയത്? ദ ഫസ്റ്റ് ഫോം ഓഫ് കൾച്ചർ ഈസ് അഗ്രികൾച്ചർ. സംസ്കാരത്തിൻ്റെ ആദ്യ രൂപം കൃഷിയാണ്. ഫസ്റ്റ് ഫോം ആദ്യ രൂപം, കൾച്ചർ സംസ്കാരം, അഗ്രികൾച്ചർ കൃഷി. ദ ഫസ്റ്റ് ഫോം ഓഫ് കൾച്ചർ ഈസ് അഗ്രികൾച്ചർ എന്ന് ആര് പറഞ്ഞു? വിൽ ഡ്യൂറാന്റ്. നമുക്ക് നോക്കാം ആരാണ് ഈ വിൽ ഡ്യൂറാന്റ്. ഇദ്ദേഹമാണ് വിൽ ഡ്യൂറാന്റ്. ഇദ്ദേഹത്തിൻ്റെ ഫുൾ നെയിം വില്യം ജെയിംസ് ഡ്യൂറാന്റ്. ഇദ്ദേഹം പ്രസിദ്ധനായ അമേരിക്കൻ എഴുത്തുകാരനാണ്. എന്താണ് ഇയാൾ എഴുതിയത്? ചരിത്രവും തത്വചിന്തയും സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ ഉപകരിച്ച ഒട്ടേറെ ഗ്രന്ഥങ്ങളുടെ പേരിൽ പ്രസിദ്ധനായി. ഓക്കെ, ഇവിടെ പറയുന്നുണ്ട് ബെസ്റ്റ് നോൺ ഫോർ ഹിസ് 11 വോളിയം വർക്ക്. അങ്ങനെ ഒരു 11 വോളിയം ബുക്സ് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ പേരിലാണ് ഇദ്ദേഹം പ്രസിദ്ധനായത്. ഇവിടെ നിങ്ങൾക്കൊരു ചിത്രം കാണാം. അതിലൊരു വീടുണ്ട്, അതിൻ്റെ അടുത്തൊരു തെങ്ങുണ്ട്, പിന്നെ വേറെ കൃഷിയും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കുറേ ഒഴിഞ്ഞു കിടക്കുന്ന ഉണങ്ങിയ പുല്ലൊന്നുമില്ലാത്ത സ്ഥലങ്ങളുണ്ട്. വാട്ട് ഡു യു സീ ഇൻ ദ പിക്ചർ? ഈ പിക്ചറിൽ നിങ്ങൾ എന്ത് കാണുന്നു? ഡോണ്ട് യു സീ ദ ബാരൻ ലാൻഡ് ബിസൈഡ് ദ ഹൗസ്? അപ്പോൾ വീട്ടിൻ്റെ സൈഡിലൊക്കെ നിങ്ങൾ ഒഴിഞ്ഞു കിടക്കുന്ന തരിശു ഭൂമി, ബാരൻ ലാൻഡ് കാണുന്നില്ലേ? ഹാവ് യു നോട്ടീസ്ഡ് സിമിലർ പ്ലോട്ട്സ് ഓഫ് ലാൻഡ് നിയർ യുവർ ഹൗസ്? നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്തൊക്കെ ഇതുപോലുള്ള പ്ലോട്ട്, സിമിലർ പ്ലോട്ട്സ്, ഇതുപോലുള്ള സ്ഥലം നോട്ടീസ്ഡ് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഹൗ ക്യാൻ വി മേക്ക് സച്ച് പ്ലേസസ് യൂസ്ഫുൾ? ഇതുപോലുള്ള സ്ഥലങ്ങളെ എങ്ങനെ നമുക്ക് ഒരു ഉപകാരത്തിൽ കൊണ്ടുവരാം, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ഉപയോഗിക്കാം? കൾട്ടിവേറ്റിംഗ് ദ ലാൻഡ് വുഡ് ബി എ വെൽക്കം സ്റ്റെപ്പ്. അപ്പോൾ അവിടെ നിങ്ങൾ എന്തെങ്കിലും ഒരു കൃഷി ചെയ്യുകയാണെങ്കിൽ അത് വളരെ സ്വാഗതാർഹമായിരിക്കും. വാട്ട് ആർ ദ ക്രോപ്സ് കൾട്ടിവേറ്റഡ് ഇൻ യുവർ ലൊക്കാലിറ്റി? അപ്പം നിങ്ങളുടെ പ്രദേശത്ത് ഏത് തരം വിളവുകൾ, ക്രോപ്സ്, വിളവുകളാണ് കൃഷി ചെയ്യപ്പെടുന്നത്? Now let's read the story of a girl, Paru, who loved the paddy fields. നെൽപ്പാടങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്ന പാറു എന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ കഥയാണ് നമ്മൾ താഴോട്ട് വായിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഭാഗത്തിൻ്റെ തലവാചകം എന്താണ്? സീഡ് ആൻഡ് സോയിൽ, വിത്തും മണ്ണും. നമുക്ക് വായിക്കാം. Her name was Parvati. Her folks and neighbors called her Paru. ഈ കുട്ടീൻ്റെ പേര് പാർവതി എന്നാണ്, പക്ഷേ ഫോക്സ്, ഫ്രണ്ട്സും നെയ്ബേഴ്സ്, അയൽവാസികളും വിളിച്ചിരുന്നത് പാറു എന്നാണ്. There were paddy fields all around her house. അവളുടെ വീട്ടിന് ചുറ്റും നെൽപ്പാടങ്ങളായിരുന്നു. She loved the fields, the trees and the plants. അവൾക്ക് ഈ നെൽപ്പാടങ്ങളും മരങ്ങളും ചെടികളൊക്കെ വളരെ ഇഷ്ടമായിരുന്നു. She always cared for all the living things around her. അവൾക്ക് ചുറ്റുമുള്ള ജീവജാലങ്ങളെ, ജീവജാലങ്ങളെ ഒക്കെ അവൾ വളരെയധികം കരുതിയിരുന്നു. cared. Paru's mother had died of a rare disease years ago. അങ്ങനെ പാറുവിൻ്റെ അമ്മ വളരെ അപൂർവമായൊരു അസുഖം, ഡിസീസ്, റേർ, അപൂർവം ആയൊരു ഡിസീസ് പിടിപെട്ടിട്ട് മരിച്ചു പോയിരുന്നു. പാറു റിയലി മിസ്ഡ് ഹെർ മദർ വെരി മച്ച്. അതുകൊണ്ട് പാറുവിന് വളരെ ഏകാന്തത അനുഭവപ്പെട്ടു. ഏകാന്തത എന്ന് ഇവിടെ പറയുന്നില്ല, മിസ്ഡ് എന്ന് പറയും. മിസ്ഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ശൂന്യത, ഒരാളില്ലാതായപ്പോൾ ഒരു ശൂന്യത അനുഭവപ്പെട്ടിട്ടുണ്ട്. ഷീ ഓഫൻ റിമെമ്പേഴ്സ് ദ വേർഡ്സ് ഓഫ് ഹെർ മദർ, നേച്ചർ ഈസ് ആ മദർ. എപ്പോഴും, പലപ്പോഴായിട്ട് ഈ പാറു അവളുടെ അമ്മ പറഞ്ഞൊരു കാര്യം എപ്പോഴും ഓർക്കുമായിരുന്നു. നേച്ചർ ഈസ് ആർ മദർ, പ്രകൃതി നമ്മുടെ അമ്മയാണ്. Paru's father would often console her. Never think Amma is gone. She is with us. പാറുവിൻ്റെ അച്ഛൻ പലപ്പോഴായിട്ട് ഇവളെ സമാധാനിപ്പിക്കും. കൺസോൾ എന്ത് പറഞ്ഞിട്ട്? നെവർ തിങ്ക് അമ്മ ഈസ് ഗോൺ. അമ്മ മരിച്ച് നമ്മുടെ അടുത്ത് പോയി എന്ന് നീ ഒരിക്കലും ചിന്തിക്കരുത്. ഷീ ഈസ് വിത്ത് അസ്. അമ്മ നമ്മോട് കൂടെ തന്നെ ഉണ്ട്. പാറൂസ് ഗ്രാൻഡ് മദർ ഓൾസോ ഡിഡ് എവറിത്തിങ് ഷീ കുഡ് ടു മേക്ക് ഹെർ ചിയർഫുൾ. പാറുവിൻ്റെ അമ്മമ്മയുണ്ട്. അമ്മമ്മയാണെങ്കിലോ പല കാര്യങ്ങളും ചെയ്തുകൊണ്ട് ആ പാറുവിനെ എപ്പോഴും ചിയർഫുള്ളായിട്ട്, അതായത് സന്തോഷത്തോടെ ഇരിക്കാനായിട്ട്, സന്തോഷത്തോടെ ആകാനായിട്ട് പല കാര്യങ്ങളും ചെയ്യും. ഷീ ഫോളോഡ് ഹെർ ലൈക്ക് എ ഷാഡോ. ഈ അമ്മമ്മ പാറുവിൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവും. അതാണ് ലൈക്ക് എ ഷാഡോ, നിഴല് പോലെ.
പാറു ലവ്ഡ് ഹെർ ഗ്രാൻഡ് മദർ വെരി മച്ച്. പാറുവിനും അമ്മമ്മനെ വളരെ ഇഷ്ടമായിരുന്നു. ഷീ കോൾഡ് ഹെർ ഇച്ചു അമ്മ. പാറു അമ്മമ്മനെ ഇച്ചു അമ്മ എന്നാണ് വിളിക്കുന്നത്. ഇപ്പം നമ്മൾ മുകളിൽ വായിച്ചതുപോലെ ഉള്ളൊരു പ്രദേശമായി കാണുന്നത് ഇത് പാറുവിൻ്റെ വീടാണ്. പാറുവിൻ്റെ വീടിൻ്റെ ചുറ്റും നല്ല വയൽ പ്രദേശം, നല്ല മരങ്ങളൊക്കെ തിങ്ങി നിറഞ്ഞ് ഒക്കെ ഉള്ളൊരു നല്ലൊരു സ്ഥലമാണ്. One bright day, Paru's father went on a journey far away. ഒരു തെളിഞ്ഞ ദിവസം, ബ്രൈറ്റ് ഡേ, നല്ല സൂര്യപ്രകാശമുള്ള ദിവസം, പാറുവിൻ്റെ അച്ഛൻ ഒരു ദൂരെ യാത്രയ്ക്ക് പോയി. ഫാർ അവേ, ദൂരെ, ജേർണി, യാത്രയ്ക്ക് പോയി. ടുഡേ ഐ ഷാൽ ഗോ വിത്ത് ഗ്രാൻഡ് മാ ടു ദ ഫീൽഡ്സ്, പാറു സെഡ് ടു ഹെർസെൽഫ്. പാറുവിനോടായിട്ട് തന്നെ പറഞ്ഞു. എന്ത് പറഞ്ഞു? ഇന്ന് ഞാൻ അമ്മമ്മൻ്റെ കൂടെ വയലിലേക്ക് പോകും. ഷീ അപ്രോച്ച്ഡ് ഹെർ ഗ്രാൻഡ് മാ. അങ്ങനെ ഇത് മനസ്സിൽ വിചാരിച്ചിട്ട് അമ്മമ്മൻ്റെ അടുത്തേക്ക് പോയി. അപ്രോച്ച്ഡ്, അടുത്തേക്ക് പോവുക. ഇച്ചു അമ്മ വാസ് സിറ്റിംഗ് ഓൺ ദ വെറാന്ത. അപ്പോൾ അമ്മമ്മ വരാന്തയിൽ ഇരിക്കുകയായിരുന്നു. വൈ ഡോണ്ട് വി ഗോ ടു ദ ഫീൽഡ്സ് ടുഡേ, പാറു ആസ്ക്ഡ്. അപ്പോൾ പാറു അമ്മമ്മനോട് എന്ത് ചോദിച്ചു? എന്തുകൊണ്ട് നമുക്കിന്ന് വയലിലേക്ക് പോയിക്കൂടാ? ഷുവർ, ലെറ്റ്സ് ഗോ, ഇച്ചു അമ്മ റിപ്ലൈ. തീർച്ചയായും നമുക്ക് വയലിലേക്ക് പോകാം. വിത്തൗട്ട് അനദർ വേർഡ് they started towards the field. പിന്നീട് ഒന്നും സംസാരിച്ചില്ല. വിത്തൗട്ട് അനദർ വേർഡ്, പിന്നീട് ഒന്നും പറയാതെ അവർ രണ്ടുപേരും വയലിലേക്ക് നടന്നു. ആ നടന്നു പോകുന്ന സീനാണ് ഈ കാണുന്നത്. They stood at the edge of the field and looked out at the vast stretch of paddy fields. അങ്ങനെ ആ വയലിൻ്റെ അറ്റത്ത് നിന്നുകൊണ്ട്, എഡ്ജ് എന്ന് പറഞ്ഞാൽ അറ്റത്ത് നിന്നുകൊണ്ട് അവരെങ്ങോട്ട് നോക്കി? വളരെ അധികം സ്ഥലത്ത് പരന്നു കിടക്കുന്ന, വാസ്റ്റ് സ്ട്രെച്ച്, പരന്നു കിടക്കുന്ന നെൽപ്പാടങ്ങളിലേക്ക് നോക്കി. ഇറ്റ് വാസ് കവേർഡ് വിത്ത് മഡി വാട്ടർ. അവിടെയൊക്കെ ചളിവെള്ളം കൊണ്ട് നിറഞ്ഞ സ്ഥലം ഉണ്ടായിരുന്നു. എ വാം ബ്രീസ് മെയ്ഡ് റിപ്പിൾസ് ഓൺ ദ സർഫസ്. അങ്ങനെ ഒരു കാറ്റടിച്ച സമയത്ത് ആ വെള്ളത്തിൻ്റെ മേലെയൊക്കെ റിപ്പിൾസ്, ഓളങ്ങൾ സംഭവിച്ചു. The air was alive with the call of birds. അപ്പോൾ അവിടെയൊക്കെ നല്ലോണം പക്ഷികളുടെ കരച്ചിൽ ധാരാളം കേൾക്കാമായിരുന്നു. A row of men and women were planting the paddy seedlings. ഒരു വരിയായിട്ട് നിന്നിട്ട്, ആര് നിന്നിട്ട്? കുറച്ച് പുരുഷന്മാരും കുറച്ച് സ്ത്രീകളും ഒരു വരിയായി നിന്നിട്ട് അവർ പാഡി സീഡ്ലിങ്സ്, അതായത് നെല്ലിൻ്റെ കതിര് നടുകയായിരുന്നു. പ്ലാന്റിങ്. They were humming an old folk song. ആ പുരുഷന്മാരും സ്ത്രീകളും ഒരു പഴയ നാടോടി ഗാനം ഹമ്മിങ്, മൂളിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഗ്രാൻഡ് മാ, ലെറ്റ്സ് ജോയിൻ ദം, സെഡ് പാറു. അങ്ങനെ പാറു എന്ത് പറഞ്ഞു ഗ്രാൻഡ്മനോട്? അമ്മമ്മേ, നമുക്ക് അവരുടെ കൂടെ പോയി ചേരാം. പാറു ഹെൽഡ് ഗ്രാൻഡ്മാസ് ഹാൻഡ് ലവിംഗ്ലി ആൻഡ് ദേ വെന്റ് ഡൗൺ ഇൻ ടു ദ ഫീൽഡ്. അങ്ങനെ പാറു അമ്മമ്മൻ്റെ കൈ സ്നേഹത്തോടെ പിടിച്ചിട്ട് അവർ ആ വയലിലേക്ക് ഇറങ്ങി നടന്നു. അങ്ങനെ പാറു അമ്മമ്മയും നടന്ന് വയലിലെത്തിയ സീനാണ് ഇവിടെ കാണുന്നത്. അവിടെ പുരുഷന്മാരും സ്ത്രീകളൊക്കെ നെൽക്കതിര് നടുന്നുണ്ട്. അതൊക്കെ കുറച്ച് വാങ്ങി അവരെ കയ്യിലൊക്കെ പിടിച്ചതായിട്ട് നമുക്ക് ഇവിടെ കാണാം. They joined the farmers in planting the seedlings. അങ്ങനെ പാറും അമ്മമ്മയും ആ കൃഷിക്കാരെ കൂടെ ഈ ഞാറൊക്കെ നടാൻ ചേർന്നു. The farmers were happy to see them. ഈ കർഷകർക്കാണെങ്കിലോ ഇവർ വന്നപ്പോൾ വളരെ സന്തോഷമായി. They began to do the work with added enthusiasm. അപ്പോൾ അവരെന്ത് ചെയ്ത്? ഇവർ വന്നപ്പം അവർക്ക് നല്ല ഉത്സാഹമായി. ഉത്സാഹത്തോടെ അവർ പണിയെടുക്കാൻ തുടങ്ങി. Now പാറു looked at her grandmother. ഈ സമയത്ത് പാറു അമ്മമ്മനെ നോക്കി. She noticed that ഇച്ചു അമ്മ was tired. അങ്ങനെ പാറുവിന് മനസ്സിലായി അമ്മമ്മക്ക് കുറച്ച് ക്ഷീണമുണ്ട്. The girl asked her if she could fetch an umbrella. എന്താ പറഞ്ഞത്? പാറു അമ്മമ്മനോട് ചോദിച്ച്, ഞാൻ ഒരു കൊട എടുത്ത് കൊണ്ടുവരട്ടെ. With a smile, the grandmother declined the offer. അപ്പോൾ ചിരിച്ചുകൊണ്ട് അമ്മമ്മ വേണ്ട എന്ന് പറഞ്ഞു. ഡിക്ലൈൻഡ്, വേണ്ട എന്ന് പറഞ്ഞു. പാറു held her grandmother's frail hand tight as they walked through the field. അങ്ങനെ പാറു ഈ അമ്മമ്മൻ്റെ ഫ്രെയിൽ ഹാൻഡ്, അതായത് വയസ്സായ കുറച്ച് ബലം കുറഞ്ഞ കൈ, അല്ലെങ്കിൽ കുറച്ച് തൊലിയൊക്കെ ചുളിവ് വന്ന കൈ എന്നാണ് അർത്ഥം. അത് മുറുകെ പിടിച്ചു. എന്നിട്ട് വയലിൽ കൂടെ നടന്നു. The sun was getting hot. അങ്ങനെ സൂര്യന് ചൂട് കൂടിക്കൊണ്ട് വരികയാണ്, അതായത് ഉച്ച സമയത്തോട് അടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇച്ചു അമ്മ നോട്ടീസ് ദാറ്റ് പാറു വാസ് സ്വെറ്റിംഗ്. അങ്ങനെ ഇച്ചു അമ്മ എന്ത് കണ്ടു? പാറുവിന് വിയർക്കുന്നതായിട്ട് കണ്ടു. ഗോ ഹോം ഡിയർ, ഇഫ് യു സ്റ്റേ ലൈക്ക് ദിസ് യു മേ ക്യാച്ച് കോൾഡ്. അപ്പോൾ അമ്മമ്മ എന്ത് പറഞ്ഞു പാറുവിനോട്? മോളെ, നീ വീട്ടിലേക്ക് പോയിക്കോ. നീ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ നിനക്ക് ജലദോഷം പിടിപെടും. യു നോ ഐ ആം യൂസ് ടു ദിസ് ഹീറ്റ്. പക്ഷെ ഗ്രാൻഡ് മദർ പറഞ്ഞു, ഞാൻ ഈ ചൂടിനൊക്കെ വളരെ പരിചയമുള്ളതാണ്. ദ ഗ്രാൻഡ് മദർ ടോൾഡ് പാറു. നൗ
നോ ഐ വാണ്ട് ടു ബി വിത്ത് യു, പാറു റിപ്ലൈഡ്. ഇല്ല ഞാൻ പോവില്ല എന്ന് പാറു അമ്മമ്മനോട് പറഞ്ഞു. ഓ വാട്ട് എ നോട്ടി ഗേൾ, ഓ എന്തൊരു കുരുത്തം കെട്ട കുട്ടിയാണ്. യു ഹാവ് ഓൾവേസ് ബീൻ ലൈക്ക് ദിസ്, നീ എപ്പോഴും ഇങ്ങനെ തന്നെയാണ്. ഗ്രാൻഡ് മദർ വിസ്പേർഡ് ലവിംഗ്ലി, അങ്ങനെ സ്നേഹത്തോടു കൂടെ ഈ കാര്യം ഗ്രാൻഡ് മദർ പറഞ്ഞു. എന്നിട്ട് ദേ കണ്ടിന്യൂ ടു വാക്ക്, അങ്ങനെ അവർ വയലിൽ കൂടെ വീണ്ടും നടന്ന് നീങ്ങി. സ്റ്റാൻഡിങ് ഇൻ ദ ഹോട്ട് സൺ, ഇച്ചുവമ്മ ടോക്ക്ഡ് അബൌട്ട് ഫാമേഴ്സ് ആൻഡ് ദെയർ മെത്തേഡ്സ് ഓഫ് ഫാമിംഗ്. അങ്ങനെ വെയിലത്ത് നിൽക്കുകയാണ് ഇച്ചുവമ്മ. ആ സമയത്ത് എന്താ പറഞ്ഞത്? ഫാമേഴ്സിനെ കുറിച്ച്, ആ കൃഷിക്കാരെ കുറിച്ച്, പിന്നെ അവരുടെ കൃഷി ചെയ്യുന്ന രീതികളെ കുറിച്ച്. ഫാമിംഗ് മെത്തേഡ്സ്, കൃഷി ചെയ്യുന്ന രീതികൾ. ഓക്കെ, ഡു യു നോ ഹൗ ഡിയർ ദീസ് ഫാമേഴ്സ് ആർ ടു അസ്? നിനക്കറിയോ ഈ കൃഷിക്കാർക്കൊക്കെ നമ്മളോട് എന്ത് സ്നേഹമാണ്? Their hearts are filled with love, said Ichoma. അവരുടെ ഹൃദയം നിറയെ നമ്മളോട് സ്നേഹമാണ്. You know, fallen flowers, leaves and dead insects decay in the soil. It is good manure for plants, she added. അതിനുശേഷം എന്ത് പറഞ്ഞു? വീഴുന്നു പോകുന്ന പുഷ്പങ്ങൾ, അതായത് വാടി വീഴുന്ന പുഷ്പങ്ങൾ, അതേമാതിരി ഇലകൾ, പിന്നെ ചത്തുപോകുന്ന ഇൻസെക്ട്സ്, കീടങ്ങൾ, ഇതൊക്കെ ഡീകെ, അതായത് ജീർണിച്ചിട്ട് മണ്ണിൽ ചേർന്ന് കഴിഞ്ഞാൽ ഈ ചെടികൾക്കൊക്കെ നല്ല വളമായി തീരും. മെനുവർ, വളമായി തീരും. ഷീ ബിക്കേം സൈലന്റ് ഫോർ എ വൈൽ ആൻഡ് കണ്ടിന്യൂഡ്. കുറച്ച് നേരത്തേക്ക് സൈലന്റായി, മിണ്ടാതിരുന്നു. എന്നിട്ട് വീണ്ടും തുടർന്നു. പിന്നെന്താ പറഞ്ഞത്? ദ പാഡി ഫീൽഡ്സ് ആർ ഗ്രാജുവലി ഡിസപ്പിയറിംഗ് ദീസ് ഡേയ്സ്, ഷീ സെഡ് വിത്ത് എ സൈ. അപ്പൊ ഈ നെൽപ്പാടങ്ങളൊക്കെ ഗ്രാജുവലി, ക്രമേണ ഡിസപ്പിയറിംഗ്, അപ്രത്യക്ഷമാകാണ്, ഇല്ലാതാകാണ്. കാരണം എന്താ? ഷീ സെഡ് വിത്ത് എ സൈ, ഒരു നെടുവീർപ്പോടുകൂടെ. ഈ സൈ, SIGH, സൈനെ, SIനെ നമ്മൾ പ്രൊണൗൺസ് ചെയ്യുള്ളൂ. SIGH ഉണ്ടെങ്കിലും GH സൈലന്റ് ആണ്. SI എന്ന് പ്രൊണൗൺസ് ചെയ്യാം. അതിൻ്റെ അർത്ഥം നെടുവീർപ്പ്. അപ്പോൾ ഒരു നെടുവീർപ്പോടു കൂടെയാണ് ഈ കാര്യം അമ്മച്ചി പറഞ്ഞത്. ഷീ ടുക്ക് എ ബഞ്ച് ഓഫ് പാഡി പ്ലാന്റ്സ് ആൻഡ് ഹെൽഡ് ഇറ്റ് ക്ലോസ് ടു ഹെർ ചെസ്റ്റ്. അങ്ങനെ ഒരു ബഞ്ച്, ഒരു കെട്ട് പാഡി പ്ലാന്റ്സ്, നെൽ ചെടികൾ എടുത്തിട്ട് അവളുടെ സ്ത്രീയുടെ ചെസ്റ്റിനോട് ചേർത്ത് പിടിച്ച് ഷീ സ്റ്റാർട്ടഡ് സിംഗിങ് എ മെലോഡിയസ് ഫോക്ക് സോങ്. അങ്ങനെ അവരൊരു നല്ല ശ്രുതിയോടുകൂടെ നല്ലൊരു നാടൻ പാട്ട് പാടാൻ ആരംഭിച്ചു. ഈ സീൻ നമുക്ക് എന്താണ് ഇവിടെ കാണിച്ചു തരുന്നത്? ഇച്ചുവമ്മ ആ പാടത്ത് നിന്ന് ഒരു കെട്ട് നെൽച്ചെടി എടുത്ത് നെഞ്ചച്ചോട് ചേർത്ത് വെച്ചിട്ട് നല്ല ഈണത്തില് ഒരു നാടൻ പാട്ട് പാടിയിരുന്നു അല്ലെ? അതാണ് നമ്മൾ വായിച്ചത്. അതിന്റെ ഒരു സീനാണ് ഇവിടെ ചിത്രീകരിച്ചത്. The sweet melody echoed in the field. അതായത് അമ്മമ്മ പാട്ട് പാടുന്ന ആ പാട്ട് അങ്ങനെ ഈ വയൽ പ്രദേശത്തൊക്കെ പ്രതിധ്വനിച്ചു തുടങ്ങി. എക്കോഡ്, അതായത് നമ്മൾക്ക് ഈ വലിയ ഒരു വനാന്തര പ്രദേശത്തിലോ അല്ലെ താഴ്വാരത്തിലല്ലോ പോയിട്ട് നമ്മളിങ്ങനെ ഒച്ച ഉണ്ടാക്കിയാൽ ആ ഒച്ച വീണ്ടും വീണ്ടും നമുക്കിങ്ങനെ കേൾക്കാൻ പറ്റും. അതാണ് എക്കോ, പ്രതിധ്വനിക്കുക. അതുപോലെ അമ്മമ്മ പാടുന്ന ആ പാട്ട് ആ വയലിലൊക്കെ കേൾക്കാൻ തുടങ്ങി. പാറു വാസ് വെരി മച്ച് ഇമേഴ്സ്ഡ് ഇൻ ദ സോങ്. അങ്ങനെ പാറു ആ പാട്ടിൽ മുഴുകിയിരിക്കുക. ഇമേഴ്സ്ഡ്, മുഴുകുക. സഡൻലി ഷീ തോട്ട് അബൌട്ട് ഹെർ ഫാദർ. പെട്ടെന്നാണ് പാറുവിന് അവൾ അച്ഛനെ ഓർമ്മ വന്നത്. ഷീ ലുക്ക് ബാക്ക് ടുവേർഡ്സ് ഹെർ ഹോം വണ്ടറിങ് ഇഫ് ഹെർ ഫാദർ ഹാഡ് റിട്ടേൺഡ്. അങ്ങനെ എന്ത് പറ്റി? വളരെ ആശ്ചര്യത്തോടുകൂടെ, വണ്ടറിങ്, ആശ്ചര്യത്തോടുകൂടെ പാറു അവളെ വീട്ടിന്റെ ഭാഗത്തേക്ക് നോക്കി. അച്ഛൻ വന്നിട്ടുണ്ടാവുമോ? She knew very well that he wouldn't allow his old mother to stand for a long in the sun. അതായത് അവൾക്ക് നന്നായി അറിയായിരുന്നു അവളുടെ അച്ഛൻ അമ്മവനെ ഈ ചൂട് വെയിലത്ത് ഇങ്ങനെ നിൽക്കാൻ സമ്മതിക്കില്ല എന്ന്. ഇച്ചോമ വാസ് 68, ബട്ട് ഹെർ സ്പിരിറ്റ്സ് റിമെയിൻ സ്ട്രോങ്. ഇച്ചോമക്ക് 68 വയസ്സായി, പക്ഷേ അവർക്ക് നല്ല ആത്മവിശ്വാസവും ആത്മശക്തിയും ഉണ്ടായിരുന്നു. ഇച്ചോമ വാസ് അഗെയിൻ ബിസി വിത്ത് ദ വർക്ക്. അങ്ങനെ വീണ്ടും അവർ നെല്ല് ഞാറ് കുഴിച്ചിടാൻ തുടങ്ങി. സൂൺ ഷീ ഫെൽറ്റ് എ ജെന്റിൽ ടച്ച് ഓൺ ഹെർ ഷോൾഡേഴ്സ്. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അവരുടെ ഷോൾഡറിൽ, തോളിൽ ഒരു ജെന്റൽ ടച്ച് അനുഭവപ്പെട്ടു. അതായത് ഒരു സ്നേഹത്തോടു കൂടെ ഒരു തൊടൽ അനുഭവപ്പെട്ടു. ഇറ്റ് വാസ് പാറൂസ് ഫാദർ. അത് പാറുവിന്റെ അച്ഛനായിരുന്നു. ഹി ജെന്റ്ലി ഹെൽഡ് ഹെർ ഹാൻഡ് ആൻഡ് സെഡ്. അങ്ങനെ സ്നേഹത്തോടു കൂടെ ഇച്ചു അമ്മന്റെ കൈ പിടിച്ചിട്ട് അദ്ദേഹം എന്ത് പറഞ്ഞു? അമ്മ, ഇറ്റ്സ് ഗെറ്റിംഗ് വെരി ഹോട്ട്. അമ്മ, ഇവിടെ ഇപ്പോൾ വളരെ ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇഫ് യു സ്റ്റേ ഔട്ട് ഇൻ ദ ഹോട്ട് സൺ യു വിൽ ബി ടോട്ടലി എക്സോസ്റ്റഡ്. ഇങ്ങനെ നിങ്ങൾ ഈ വെയിലത്ത് നിൽക്കുകയാണെങ്കിലേ നിങ്ങൾ ക്ഷീണിച്ചു പോകും. ടോട്ടലി എക്സോസ്റ്റഡ്, ക്ഷീണിക്കുക. ലെറ്റ്സ് ഗോ ഹോം, നമുക്ക് വീട്ടിൽ പോകാം.
But Ichoma looked at him with a tender smile and replied. പക്ഷേ ഇച്ചോമ എന്ത് ചെയ്തു? വളരെ സ്നേഹത്തോടുകൂടെ പുഞ്ചിരിച്ചോടുകൂടെ എന്ത് പറഞ്ഞു അദ്ദേഹത്തെ നോക്കിയിട്ട്? The farm is my home, dear. I am quite fine here. ഈ വയലേ എൻ്റെ വീടാണ്, എനിക്കിവിടെ ഒരു പ്രശ്നവുമില്ല. ഐ ആം സോ ഫൈൻ ഹിയർ, എനിക്ക് ഒരു പ്രശ്നവും ഇവിടെ ഇല്ല കേട്ടോ മോനെ എന്ന് തിരിച്ചു പറഞ്ഞു. അപ്പോൾ നമ്മളിപ്പോൾ വായിച്ച ഭാഗത്തിൻ്റെ ഒരു ചിത്രീകരണ സീനാണ് ഇവിടെ കാണുന്നത്. The day's experience moved പാറു deeply. അപ്പോൾ ആ ദിവസത്തെ ഒരു അനുഭവം, അവിടെ ചെയ്ത കാര്യങ്ങളൊക്കെ പാറുവിനെ വല്ലാതെ അങ്ങ് സ്വാധീനിച്ചു. She had learned many things. അവൾ വളരെ കാര്യങ്ങളൊക്കെ അവിടുന്ന് പഠിച്ചു. She understood the new ways of farming. അങ്ങനെ കൃഷി ചെയ്യുന്ന പുതിയ പുതിയ രീതികളൊക്കെ അവൾക്ക് മനസ്സിലായി. She became aware the importance of farmers. കൃഷിക്കാരൊക്കെ എത്രമാത്രം പ്രധാനപ്പെട്ട വ്യക്തികളാണ് അവൾക്ക് വളരെ നല്ലോണം മനസ്സിലായി. She felt the warmth of Mother Earth beneath her feet. അങ്ങനെ അവൾക്ക് ആ ചളിയിലൊക്കെ നിന്ന് പണിയെടുക്കുമ്പോൾ മദർ എർത്ത്, നമ്മുടെ ഭൂമി ദേവിൻ്റെ ആ ഒരു ചൂട് അവൾക്ക് അനുഭവപ്പെട്ടു. വാംത്ത്, ചൂട് അനുഭവപ്പെടുക, ഫെൽറ്റ്. ഫോർ എ മൊമെന്റ് ഷി തോട്ട് ഓഫ് ഹെർ മദർ. ഒരു പെട്ടെന്ന് കുറച്ച് സമയത്തേക്ക് അവൾക്ക് അവളുടെ അമ്മേനെ ഓർമ്മ വന്നു. ഷി ഫെൽറ്റ് ഹെർ മദേഴ്സ് പ്രസൻസ് ബിസൈഡ് ഹെർ. അവൾക്ക് അവളുടെ അമ്മേനെ സാന്നിധ്യം, പ്രസൻസ്, ബിസൈഡ് അവളുടെ അടുത്ത് അനുഭവപ്പെട്ടു, ഫെൽറ്റ്. ഷി ലേ ഓൺ ദ ഗ്രൗണ്ട് ലൈക്ക് എ ചൈൽഡ് ഇൻ എ മദേഴ്സ് ലാൻഡ്. അപ്പോൾ അവൾ എന്ത് ചെയ്തു? കുറച്ചു നേരം ആ ഭൂമിയിൽ, ആ വയലിൻ്റെ സൈഡിൽ അവിടെ കിടന്നു. എങ്ങനെ കിടന്നു? അമ്മയുടെ മടിയിൽ കിടക്കുന്നത് പോലെ അവൾ ആ ഭൂമിയിൽ കിടന്നു. അതിൻ്റെ ഒരു സീനാണ് ഇപ്പോൾ ഇവിടെ നമുക്ക് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ സ്റ്റുഡൻസ്, നമ്മൾ ഈ പാഠം വായിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് നല്ല കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഓക്കെ, അതായത് കൃഷിക്കാർ, മരങ്ങൾ, ചെടികൾ, നെൽപ്പാടങ്ങൾ, നല്ല മരങ്ങളൊക്കെ നിറഞ്ഞ സ്ഥലം, ഇതൊക്കെ എത്രമാത്രം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ പ്രധാനപ്പെട്ടതാണെന്ന് നമുക്ക് ഈ പാഠത്തുനിന്ന് നല്ലോണം മനസ്സിലായിട്ടുണ്ട്. ഈ വയലൊക്കെ മണ്ണിട്ട് നികത്തി അവിടെ ബിൽഡിംഗ് എടുത്ത് അവിടെയുള്ള മരങ്ങളൊക്കെ മുറിച്ച് കളഞ്ഞ് അവിടുത്തെ വായു സഞ്ചാരമൊക്കെ പോയി വളരെ മോശപ്പെട്ട വായു ആയി മാറി, എയർ പൊല്യൂഷൻ നടന്ന് അങ്ങനെ വളരെ മോശമായ സംഭവങ്ങളും കാര്യങ്ങളും നടക്കുന്ന ഒരു സമയമാണ് ഈ കാലം. അപ്പോൾ നമ്മൾക്ക് കുട്ടികൾക്കൊക്കെ ഈ ഒരു പാഠം നല്ല ഒരു പാഠമായിട്ട്, നല്ല കാര്യം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സംഗതിയായിട്ടാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ സ്റ്റുഡൻസ്, യൂണിറ്റ് 5 റൂറൽ വൈബ്സിലെ സീഡ് ആൻഡ് സോയിൽ എന്ന ഭാഗത്തിൻ്റെ മലയാളം എക്സ്പ്ലനേഷൻ ഇവിടെ അവസാനിക്കുന്നു. എൻ്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് നല്ലോണം മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. ഇഫ് സോ, പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. എൻ്റെ ചാനലിൻ്റെ പേര് യുവർ ക്ലാസ് റൂം at 2310.